ആര്യാടൻ ഹൗസ് വന്നാലേ നിർബന്ധമായിട്ട് പോകേണ്ട 2 സ്ഥലമുണ്ട്. ഒന്ന് ആര്യാടൻ സാറിന്റെ കാലം തൊട്ടുള്ള ലൈബ്രറി, 2 തീൻമേശ, 2 നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ തീരുമാനിച്ചു. അത് പറയാറുണ്ട് അടുക്കളയിൽ വരെ ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്ക്. ഒന്ന് ഗേറ്റ് അടയ്ക്കാത്ത വീടാണ്, ഇതുവരെ ഗേറ്റ് അടച്ചിട്ടില്ല. ബാബുട്ടിക്കാർ കഴിഞ്ഞ ദിവസം ഒരു ചലഞ്ചുണ്ട്, എന്തെങ്കിലും ഒരു ദിവസം ഗേറ്റ് അടച്ചതിന് എനിക്ക് വോട്ട് വേണ്ട, എനിക്ക് വോട്ട് വേണ്ട. ഗേറ്റ് അടച്ചത് നിങ്ങൾ കണ്ടാൽ എനിക്ക് വോട്ട് വേണ്ട. കുട്ടിക്കാലം മുതൽ എനിക്ക് ഓർമ്മയില്ല. അപ്പോഴേ ടോപ്പിക്കിൽ എന്ന് പറഞ്ഞാൽ നല്ല വിശപ്പുണ്ട്. അതിന്റെ തീൻമേശയിലേക്ക് ഈ തീൻമേശക്ക് ഒരുപാട് ചരിത്രം, ഒരുപാട് പണ്ട് തീന്മേശയില്ല, നിലത്ത് പായ വിരിച്ച് ഞങ്ങളിവിടെ അതിന്റെ വട്ടത്തിലൊരു സവറ എന്ന് പറയും, ഞാൻ സുപ്ര എന്ന് പറയും, സുപ്ര. ആ സവറ വിരിച്ച് അതിലാണ് സാധനം വയ്ക്കുക. ഒരു ചുറ്റുപാട് ഇരുന്നിട്ട് ഒരു മൂപ്പരൻ എല്ലാവർക്കും മൂപ്പര കൈ കൊണ്ട് വിളമ്പി കൊടുക്കും. ഞാൻ 28 അന്തർദേശീയ ഫെസ്റ്റ്, 28 ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ പങ്കെടുത്തു. 28 രാജ്യം. ഈ അല്പബുദ്ധിജീവികളുടെയും സാംസ്കാരികമായൊക്കെ കാലത്തെ ഇത് എനിക്ക് തോന്നുന്നു ഇതൊക്കെ പുള്ളിക്കല്ലാതെ വേറെ ആർക്കും അറിയുക പോലും ഇല്ലാത്ത കാര്യങ്ങളാണ്. ഇതൊന്നും ഇങ്ങനെ ഘോഷിച്ചടക്കാറില്ല. ഒരു 600-ഓളം പേർക്ക് പിന്നെ വീട് നഷ്ടപ്പെട്ടു. 6 വർഷം തികയാണ് ഈ ഓഗസ്റ്റ് 8-ാം തീയതിയിലേക്ക്. 6 വർഷമായി. 6 വർഷം ഇതുവരെ വീടായിട്ട്. ഇതുവരെ ഈ പ്രളയവുമായി ബന്ധപ്പെട്ട് ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരും സംഭാവന ചെയ്തതാണ്. എന്നിട്ട് അവിടേക്കൊരു കാര്യം എത്തുന്നില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൂവലാണ്, എക്സ്ട്രീം ക്രൂവൽ. മനുഷ്യരാകണം എന്ന് പറഞ്ഞാൽ പോലെ നമ്മളൊക്കെ ഉപദേശിക്കും മനുഷ്യരാകണം എന്നുള്ള കവിത മാത്രം പോലെ ഇവരങ്ങ് ആയാൽ മതി, ഇവരെ മനുഷ്യരായിട്ടൊന്ന് പരിഗണിച്ചാൽ മതി, ഇവരങ്ങ് ആയാൽ മതി. മോളെന്താണ് ഇനി ലൈബ്രറി മോള് ലൈബ്രറി. നിങ്ങൾ വർക്കൗട്ടൊക്കെ ചെയ്യലുണ്ടോ? ഇത് കേരള രാഷ്ട്രീയത്തിന്റെ തന്നെ ഒരു ചരിത്രമായ ലൈബ്രറിയാണ്. കാരണം എനിക്ക് ഇഷ്ടമായത് ലൈബ്രറി പോലെ തന്നെ എല്ലാം പ്രത്യേകം എഴുതി സബ്ജക്ട് കേട്ടോ. അത് ആര്യാടൻ സാറിന്റെ ശീലമാണോ അതോ അദ്ദേഹം പഠിപ്പിച്ചു തന്നൊരു ശീലമാണ്. മാർക്സും ലെനിനും കമ്മ്യൂണിസ്റ്റും എല്ലാരും ഒത്തുചേരുന്ന മാർക്സിസത്തിന്റെ കമ്മ്യൂണിസത്തിൽ ആഴത്തിൽ പഠിച്ചിട്ടാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരെ ആശയപരമായി പിച്ച് ചെയ്തിരുന്നത്. ഫെമിനിസം അല്ല, ഇവരുടെ പ്രോജക്റ്റിനെ കുറിച്ച് മാത്രം ഒരു 2 മാധ്യമപ്രവർത്തകർ എഴുതിയൊരു ബുക്ക് ഉണ്ടല്ലോ, അത് ഞാൻ അവിടെ ഉണ്ടോ? ഞാനത് ഇതിൽ ഒരാളിപ്പം പുള്ളിയെ ചീത്ത പറഞ്ഞോണ്ടിരിക്കുക. അത് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് ചീത്ത പറയുന്നത്. ആര്യാടൻ സാറിന് ഒരു വലിയ ഈ CPM-നെയും ലെഫ്റ്റിനെയും കടന്നാക്രമിക്കുമ്പോഴും ആശയപരമായിട്ട് ആര്യാടൻ സാറിന് ഒരു വലിയ CPM ഫാൻ ഫോളോയിങ് ഉണ്ട്. എല്ലാം എപ്പോഴും അദ്ദേഹത്തിന് CPM-ന്റെ വോട്ട് കിട്ടും. നീ പുള്ളിയോടുള്ള ബാബുട്ടിക്കാരോടുള്ള വലിയ രസമായി പറയട്ടെ. എന്റെ ജീവിതത്തിലെ വലിയ നഷ്ടങ്ങളിലൊന്ന് ഈ ബഷീറിനെ ഒരിക്കൽ പോലും കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഞാനൊരു വലിയ ബഷീർ ഫാനാണ്. ബഷീറിന്റെ എല്ലാ പുസ്തകങ്ങളോടും ഭയങ്കര ആരാധനയാണ്. ബഷീറുമായിട്ട് വളരെ വ്യക്തിപരമായ അടുപ്പം ചെറുപ്പം മുതൽ. ഞാനൊരു ആരാധനയോട് കൂടി കണ്ട മനുഷ്യൻ. ഞാൻ ചോട്ട് പോയിട്ടുണ്ടോ? എത്രയോ തവണ. എന്നിട്ട് മാത്രമല്ല, എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ബഷീർഖാനെ ഒന്ന് നിലമ്പൂർ കൊണ്ടുവരാന്നല്ല. അപ്പൊ കാറിന് വരാൻ വയ്യ, പിന്നെ വാനിലാണ് പുള്ളി കടന്നു വരാൻ വേണ്ടി വന്ന് ബഷീർക്കായിട്ട് നിലമ്പൂർ വന്ന് ഒരു ഇന്ററാക്റ്റീവ് സെഷനൊക്കെ ആളുകൾക്ക് വെച്ച് കുറേ നേരം നിലമ്പൂരായിട്ട് ബന്ധപ്പെട്ട് വർത്താനം പറഞ്ഞു. ഒരു ഭയങ്കര എന്താ പറയാ, എന്റെ ബാല്യത്തിലെ ഏറ്റവും നല്ല ഒരു അനുഭവം. അതിപ്പം നിലമ്പൂർ വന്നു എന്ന് പറയുമ്പോൾ പുള്ളി അങ്ങനെ യാത്രയിലില്ല, ഒരു പ്രായം കഴിച്ചപ്പോൾ അങ്ങനെ യാത്രയില്ല. എന്നിട്ട് വരണമെന്നുണ്ടെങ്കിൽ അത്ര ആത്മബന്ധമായിട്ടാണ് വന്നത്. അല്ല, എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചുള്ള പുസ്തകങ്ങളാണ് മാക്സിം ഗോർക്കിയുടെ പരിശീലനമാണെങ്കിലും അതേപോലെ തന്നെ മാക്സിം ഗോർക്കിയുടെ അമ്മയാണ്. വായിക്കാൻ ഏറ്റവും ഇഷ്ടം എന്താ? നോവലാണോ? ഞാൻ നോവലൊക്കെ കുറെ ക്ലാസിക് നോവലുകൾ കുറെ വായിച്ചു തീർത്തു. ഇപ്പൊ നോവലുകൾ വായിക്കാനുള്ള ഒരു സത്യത്തിൽ അതിനുള്ള ക്ഷമയില്ല. ഇപ്പൊ ഞാൻ കൂടുതൽ ഷോർട്ട് സ്റ്റോറീസ് വായിക്കുന്നത്. പെട്ടെന്ന് നമുക്ക് തീരുമാനിക്കാമല്ലോ. ടെസ്റ്റ് മത്സരം മാറി ദസ്തവസ്കിയുടെ കുറ്റവും ശിക്ഷയാണെങ്കിൽ ഈ പുതിയ കാല എഴുത്തുകാരിൽ വായിക്കാറുണ്ടോ? ഞാൻ ചെറുകഥയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആറുണ്ണിയുടെ
എല്ലാ രസമാണ്. ഉണ്ണിയുടെ പുസ്തകങ്ങൾ. ഉണ്ണി എൻ്റെ വലിയ സുഹൃത്താണ്. ഇവിടെ ഒരുപാട് സാഹിത്യകാരന്മാര് ആര്യാടൻ സാറിന്റെ കാലം തൊട്ടേ വന്നിട്ടുണ്ട് അല്ലേ? ഇഷ്ടം പോലെ. ഇവിടെ വീട്ടില് ആര്യാടൻ സാറിന് ഒരു ഒരു വലിയ സാഹിത്യാഭിരുചിയുള്ള ആളാണ്. അതാണ് ബാബുട്ടിക്കായലേക്ക് പകർന്നതെന്ന് എനിക്ക് പി. തോന്നുന്നു. ഭാസ്കരൻ, വൈൻവി സാറ്, പവനൻ, ഫുൾ അവരൊക്കെ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നത്. ഇവിടെ വന്നിട്ടില്ലാത്ത സാംസ്കാരിക നായകന്മാര് കുറവാണ്. മുപ്പൊരു സാഹിത്യകാരനായതിനകത്ത് നമുക്ക് പിന്നെ അത്ഭുതപ്പെടണ്ട. കാരണം അതുപോലെ ഈ മുല്ലപ്പൂമ്പൊടി ഏറ്റിട്ടുണ്ട്. ഓ അവാർഡുകൾ ഒരുപാടുണ്ടല്ലോ. അവാർഡുകളുടെ ബഹളാണ്. അത്രയും പ്രതീക്ഷയില്ല സത്യം പറഞ്ഞ. അത് മാത്രമല്ല ഭയങ്കര VIP ഐറ്റംസ് ഒക്കെ ഈ അലമാരയിലുണ്ട്. അവാർഡുകളിലെ ചില VIPs ഈ അലമാരയിലുണ്ട്. രാഷ്ട്രപതിയുടെ അവാർഡ് വാങ്ങിച്ചിട്ടുള്ള ആളാണ്. രണ്ടുപേരുടെ നിന്ന് കിട്ടിയല്ലേ? APJ അബ്ദുൽ കലാമിന്റെ അടുത്തുനിന്ന്, അതേപോലെ പ്രതിഭ പാട്ടീൽ അടുത്തുനിന്ന് 2 അവാർഡ്. ഈ MA ബേബിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു കഥയുണ്ടല്ലോ. അതായത് പിന്നെ ബാബുട്ടിക്ക ഇവിടെ മുനിസിപ്പൽ ചെയർമാൻ ആയിരിക്കുമ്പോഴല്ലേ, പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോ ഇവിടെ ഒരു പരിപാടി ഏത് സ്കീമിന്റെ ഭാഗമായിട്ട്? ഇത് എല്ലാവർക്കും 4ാം ക്ലാസ് വിദ്യാഭ്യാസം കൊടുക്കുന്ന ജ്യോതിർഗമയ പദ്ധതിയിൽ എല്ലാവർക്കും 4ാം ക്ലാസ് വിദ്യാഭ്യാസം കിട്ടി. അതിന്റെ സർട്ടിഫിക്കറ്റ് വിതരണം MA ബേബി ആണ് ചെയ്യുന്നത്. അന്ന് അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി. അദ്ദേഹത്തെ ഇവിടെ തടഞ്ഞു വെക്കുകയാണ് ചെയ്തത്. പാർട്ടിക്കാർക്ക് ഭയങ്കര എതിർപ്പ്. CPM-ന്റെ പോളിറ്റ് ബ്യൂറോ ഇപ്പോഴത്തെ ഓൾ ഇന്ത്യ സെക്രട്ടറി അഖിലേന്ത്യാ സെക്രട്ടറി വളരെ ഇംപ്രസ്ഡ് ആയി. അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി കൂടിയാണ്. ഈ പദ്ധതിയെ പറ്റി വളരെ ഇംപ്രസ്ഡ് ആയിട്ട് അദ്ദേഹം നിലമ്പൂരേക്ക് വന്നു. നിലമ്പൂരേക്ക് വന്നപ്പോൾ പാർട്ടി ഓഫീസിൽ പാർട്ടി പ്രവർത്തകർ അദ്ദേഹത്തെ തടഞ്ഞു വെച്ചു. എന്നിട്ട് അദ്ദേഹം പങ്കെടുത്തു. അങ്ങനെ പ്രത്യേകത കൂടി പങ്കെടുത്തു എന്ന് മാത്രമല്ല, ആ തടഞ്ഞു വെച്ച പാർട്ടി ലോക്കൽ കമ്മിറ്റികളെ, ഏരിയ കമ്മിറ്റികളെ മുഴുവൻ പിരിച്ചുവിട്ടു. അപ്പൊ CPM-ന്റെ തോൽപ്പിക്കാത്തുള്ള കമ്മിറ്റികൾ പിരിച്ചുവിട്ടുള്ള മുതലായി നിൽക്കുന്നത്. കേരളത്തിലെ ഏറ്റവും നല്ല മുനിസിപ്പൽ ചെയർമാനെ വിദേശത്ത് കൊണ്ടുപോകാൻ തീരുമാനിച്ചപ്പോൾ ഷൗക്കത്ത് കെ ആണ്. അല്ല, അതിന്റെ പുരസ്കാരം ഇല്ലേ? അത് ജ്യോതിർഗമയ എന്നറിയുന്ന 4ാം ക്ലാസ് വരെയാണ്, പ്രൈമറിയാണ്. ഇത് 10ാം ക്ലാസ്. 45 വയസ്സിന് താഴെയുള്ള മുഴുവൻ ആളുകളും നിലമ്പൂരിൽ 10ാം ക്ലാസ് പാസ്സായി. പ്രായമായ ആളുകൾക്ക് സൗജന്യമായി മരുന്ന് കൊടുക്കും. അതായത് പ്രായമായ ആളുകൾക്ക്, ഈ 60 വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആളുകൾക്കും സൗജന്യമായ മരുന്ന് അവര് ഗവൺമെന്റ് അത് ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്ന് അവര് ചികിത്സിച്ച്, സാധാരണ ഗവൺമെന്റ് ആശുപത്രിയിൽ കുറച്ച് മരുന്നല്ലേ ഉണ്ടാവുള്ളൂ, ബാക്കി പുറത്തേക്ക് എഴുതി കൊടുക്കുകയാണ് ചെയ്യുക. ആ പുറത്തേക്ക് എഴുതി കൊടുക്കുന്ന പ്രിസ്ക്രിപ്ഷൻ നീതി മെഡിക്കൽ സ്റ്റോറിൽ, ബാങ്കിന്റെ നീതി മെഡിക്കൽ സ്റ്റോറിൽ കൊണ്ടുകൊടുത്താൽ ആ മരുന്നുകൾ മുഴുവൻ ഇവർക്ക് ഫ്രീ ആണ്. മെഡിക്കൽ കോളേജ് മരുന്നില്ല മാത്രമല്ല, സർജറി മറ്റേ ഫ്ലാഷ് ലൈറ്റിൽ, മൊബൈൽ ഫ്ലാഷ് ലൈറ്റിൽ സർജറി ചെയ്ത വാർത്ത വരെ നമ്മൾ വായിക്കേണ്ടി വന്നു. നിർമ്മൽ ഗ്രാം ദേശീയ പുരസ്കാരമാണ്. ഇത് പഞ്ചായത്തിന് കിട്ടുന്ന ഒരു ദേശീയ പുരസ്കാരം. സത്യത്തിലേ ഒച്ചമോളം വെക്കുന്നില്ലെന്നേ ഉള്ളൂ. ഇയാളുടെ ഒരു സാംസ്കാരിക ഇന്റർഫിയറൻസും അതുപോലെ തന്നെ ഒരു ചെയർമാനായിട്ടിരുന്നപ്പോഴും പഞ്ചായത്ത് പ്രസിഡന്റായിട്ടിരുന്നപ്പോഴും ഒക്കെ ഇത്രയേറെ ഞാൻ രാഷ്ട്രീയത്തിലൊക്കെ തുടങ്ങുന്ന സമയത്ത്, അല്ല രാഷ്ട്രീയം പഠിച്ചു തുടങ്ങുന്ന സമയത്താണ് ബാബുട്ടിക്ക മുനിസിപ്പൽ ചെയർമാനാണ്. പക്ഷേ ആ പ്രായത്തിൽ നമുക്കറിയുന്ന ഒരു മുനിസിപ്പൽ ചെയർമാനായിരുന്നു. അത്ര പേരെടുത്ത ഒരാളാണ്, പക്ഷെ ഒച്ച നോക്കില്ല എന്നുള്ളതേ ഉള്ളൂ. കേരള രാഷ്ട്രീയത്തിലെ ചരിത്രം ഉറങ്ങുന്ന ഒരു സ്ഥലമാണിത്. എനിക്ക് ഈ വീട്ടിൽ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഇതാണ്. ഞാൻ ആര്യാടൻ സാറിനെ കാണാൻ വന്നപ്പോഴൊക്കെ ഈ മുറിയിലാണ് സാറ് ഇങ്ങനെ TV കണ്ടുകൊണ്ട് ഇങ്ങനെ കിടക്കുന്ന കിടപ്പാണ്. അപ്പൊ ഇനി ആര്യാടൻ ഹൗസിൽ നിന്ന് 2ാമതൊരു MLA ആയി ബാബുട്ടിക്ക വരാൻ പോവാണ്. ജൂലൈയിലെ സമ്മേളനത്തിൽ ബാബുട്ടിക്ക ഉണ്ടാവും. 9 കൊല്ലത്തിന് ശേഷം ഈ മണ്ഡലം തിരിച്ചു പിടിക്കാൻ കൊല്ലി കപ്പ് ഉയർത്തിയപ്പോ കൊല്ലി മാത്രല്ല, ഒരുപാട് മനുഷ്യന്മാര്, ഇനി കൊഹ്ലിയുടെ ഹേറ്റേഴ്സും ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിന്റെ ആരാധകരൊന്നും അല്ലാത്തവരും ഒക്കെ ഒന്ന് കണ്ണീരണ്ടി. അത് ഈ അർജന്റീന വേൾഡ് കപ്പ് എടുത്തപ്പോഴത്തെ പോലെ മെസ്സി ഇഷ്ടമല്ലാത്തവർക്ക് കണ്ണീരാണ് എന്ന് പറയുന്നതിന്റെ കൂട്ട് ബാബുട്ടിക്ക നിലമ്പൂര് തിരിച്ചു പിടിക്കുമ്പോ UDF-കാർ മാത്രമല്ല, അതിനകത്ത് കേരളം മുഴുവൻ, നിലമ്പൂരുകാർ മാത്രമല്ല, എല്ലാവരും ഒന്ന് ഒരു ചെറു കണ്ണീരോട് കൂടിയിട്ടായിരിക്കും ആ സന്തോഷം പങ്കുവെക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.